ഇതിൻ്റെ എല്ലാ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പലാണ്. ഹാപ്പി ആകുക എന്ന് പറഞ്ഞാൽ തോന്നുന്ന പോലെ നടന്നല്ല, ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താലേ നമുക്ക് കിട്ടുന്ന ഒന്നാണ്. ആളുകൾ എന്ത് കരുതുമോ എന്നുള്ള ചിന്ത നമുക്ക് കൂടുതലുണ്ട്. മെജോറിറ്റി ഒരു പ്രത്യേക കാറ്റഗറിയിൽ വരും. മെജോറിറ്റി പരമസ്വാതന്ത്ര്യമുള്ള ക്യാമ്പസ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. അങ്ങനെയാണ് താനും. ഞാൻ അധ്യാപകരെ കൂട്ടിക്കൊണ്ട് 2 ഗേറ്റിലൊക്കെ നിന്ന് അവർ ഈ അധ്യാപനത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാൾ പഠിപ്പിച്ച് നടന്ന ആൾ ഒരു റിസ്ക്കും ഇല്ലല്ലോ. പഠിപ്പിക്കലിലോ ഒരു റിസ്ക്കും ഇല്ല. ഇന്ന് പഠിപ്പിച്ചത് തെറ്റിപ്പോയാൽ നാളെ ചെന്ന് മായിച്ചിട്ട് ഇന്നലത്തെ മുഴുവൻ വെട്ടിക്കളഞ്ഞോളൂ, നമുക്ക് രണ്ടാമത് തുടങ്ങാമെന്ന് പറയാം. അത്രയും ആ ഒരു റിസ്ക് ഇല്ല. പിന്നെ അവിടെ ഒരു കാര്യമുള്ളതേ, നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡായിട്ട് വരുമ്പോൾ എൻ്റെ ഒരു വിശ്വാസം ആ സ്ഥാപനത്തിൽ ഉള്ള നേട്ടങ്ങളില്ലേ, കോട്ടങ്ങൾ, ഇതിൻ്റെ എല്ലാ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പലിന് ഒരിക്കലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തും. ഇവിടെയുള്ള അധ്യാപകരങ്ങനെ, കുട്ടികളിങ്ങനെ. പക്ഷെ അങ്ങനെ പറയാൻ അവകാശമില്ലാത്ത ഒരാളാണ് മേലധികാരി. അയാൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ്. നേട്ടങ്ങളുണ്ടായാലും റെസ്പോൺസിബിൾ ആണ്, കോട്ടങ്ങളുണ്ടാകുമ്പോഴും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. നമ്മൾ നേട്ടങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ റെസ്പോൺസിബിൾ ആണ്. അപ്പം ഞാനതിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് കോളേജിന് എല്ലാവരും ഹാപ്പി ആയിരിക്കേണ്ടത്, അതിന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഹാപ്പി ആകുക എന്ന് പറഞ്ഞാൽ തോന്നുന്ന പോലെ നടന്നല്ല, അത് ഹാപ്പിനെസ് ആണല്ലോ. നമുക്കവിടെ ഒരു പ്രശ്നമില്ല, വൈകി ചെന്ന പ്രശ്നമില്ല, ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെയല്ല. അവരുടെ ബേസിക് നീഡ്സ് എല്ലാം നമ്മൾ നടത്തി കൊടുക്കും. പിന്നെ ശരിയായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അവരുടെ കൂടെ നിൽക്കും, റിസ്ക് എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ആ മോട്ടർ നന്നാക്കാനുള്ള പണം അവിടെയുണ്ട്, അതെടുക്കണമെങ്കിൽ റിസ്ക് ഉണ്ട്. റിസ്ക് ഉണ്ടാവും എപ്പോഴും. ഈ ഫിനാൻഷ്യൽ ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഉടനെ ആളുകൾ അയ്യോ എൻ്റെ പെൻഷൻ അല്ലേ, റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷൻ എന്തെങ്കിലും കുഴപ്പം വന്നാലോ എന്നുള്ള ഒരാകുലത പലതും. അതെ അതെ, അങ്ങനെ കുറേ പേര് ആവശ്യമില്ലാത്തതിലൊക്കെ തലയിട്ടാലല്ലേ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. അതങ്ങനെയല്ല, ഫലമുള്ള വൃക്ഷത്തിനെ കല്ലേറുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ. നമ്മളെ കസേരയിൽ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടോ, അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി എനിക്ക് അവിടെ പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ കിട്ടുന്ന ആ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആളുകളുടെ ഒരു സന്തോഷം, വെൽഫെയർ, അതിന് ഞാൻ ചെയ്തിരുന്നത് ഇതുപോലെ അവരുടെ ബേസിക് നീഡ്സ് എല്ലാം നമ്മൾ കഴിയുന്ന വിധം റെഡിയാക്കി കൊടുക്കുക. അതിൽ ഞാൻ പഠിച്ചൊരു കാര്യം, നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പേടി എന്ന് പറഞ്ഞൊരു സാധനം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഫിയർ. അപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് മണി എന്ന് പറഞ്ഞ ഒന്നുണ്ട്, പണത്തിൻ്റെ ദുരുപയോഗം. അത് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മൾ ലീഗലായിട്ട് നമുക്ക് നിയമവശം നോക്കി നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുക. നമ്മളെപ്പോഴും പറയുമോ ഗവൺമെൻറ് സർവീസിലൊക്കെ കുറേ റെസ്ട്രിക്ഷനാണ്, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, മറ്റേ മാതിരി ചെയ്താൽ അത് വലിയ കുഴപ്പമാകും. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഏത് സിസ്റ്റം ആയാലും ദാറ്റ് ഈസ് എ 3-sided ബോക്സ്. 4th സൈഡ് ഈസ് ഓൾവേസ് ഓപ്പൺ. അവിടെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അപ്പം അതിനെന്ത് വേണം, മനസ്സിലാവൊരു മറ്റുള്ളവർ നമ്മുടെ മനസ്സിലുണ്ടാവണം, കരുതൽ. ആളുകൾ എന്ത് കരുതുമോ എന്നുള്ള ചിന്ത നമുക്ക് കൂടുതലുണ്ട്. പക്ഷെ മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതൽ, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആർക്ക് വേണ്ടി ആരെ ഫോക്കസ് ചെയ്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്, അവരുടെ ഒരു വെൽഫെയർ, അവർക്ക് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്യുക. അപ്പോൾ അതിന് റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. എനിക്കിപ്പോഴും അത് കിട്ടിക്കൊണ്ടിരിക്കുക. റിട്ടയർ ചെയ്തിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ അന്ന് ചെയ്ത കാര്യങ്ങളുടെ ഒരു റിസൾട്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക. അതിൽ ഞാനിവിടെ വന്നിരിക്കണത് ആ ഒരു എൻ്റെ ചാനലും ആ ഒരു എക്സ്പീരിയൻസ്, ഞാനങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നേടിയൊരു എക്സ്പീരിയൻസ് കൊണ്ടല്ലേ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ കോളേജിൽ പോയി കണക്ക് പഠിപ്പിച്ചു, തിരിച്ചു വന്നു, അപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് ഞാൻ ചിന്തിക്കും. നമുക്ക് പല ഇഷ്യൂസ് വരുമ്പോഴും അത് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പലായപ്പോഴും അതായിരുന്നു അഡ്വാൻറ്റേജ്. ഞാൻ കോളേജിൽ ആദ്യമേ തൊട്ട് കംഫർട്ട് സോണിന് വെളിയിലിറങ്ങിയ ഒരാളാണ്. ഒരുപാട് എക്സ്പീരിയൻസ്, കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യും, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും പ്രിൻസിപ്പൽമാരെ അസിസ്റ്റ് ചെയ്തും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഞാൻ പ്രിൻസിപ്പലായപ്പോൾ എന്ത് പ്രോബ്ലം വരുമ്പോഴും എനിക്ക് വളരെ സിമ്പിളായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നു. കാരണം അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം, സിമിലർ പ്രോബ്ലം. കുട്ടികളെ മാം
അധ്യാപികയായിരുന്നപ്പോൾ മാത്സിലെ പ്രോബ്ലംസ് തീർത്തു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ കുറെ പേരുടെ ഹ്യൂമൻസിന്റെ പ്രോബ്ലംസ് തീർത്ത് അങ്ങനെ വരുമ്പോൾ അത് ഓരോന്നും എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താലേ നമുക്ക് കിട്ടുന്ന ഒന്നാണ്, ചെയ്യണം ഇറങ്ങി. അപ്പം അങ്ങനെ ഉള്ള ഒരു സമീപനം കൊണ്ട് പിന്നെ ഒരിക്കലും കംപ്ലീറ്റ് ഇമോഷണൽ കൺട്രോളായിരുന്നു കേട്ടോ അഡ്മിനിസ്ട്രേഷനിൽ. എനിക്ക് ഒരു പ്രാവശ്യം പോലും ആരോടെങ്കിലും ഞാനിങ്ങനെ ഷൗട്ട് ചെയ്തോ ഒരു കാര്യം ഞാൻ നടത്താൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പറയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാം. നമ്മൾ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാൻ നാണക്കേട് വേണം, നമ്മളെ തന്നെ ആളുകൾ അവജ്ഞയോടുകൂടിയേ കാണുള്ളൂ. അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യും. നമ്മളോട് പറയുന്ന ആ ഒരു രീതി അനുസരിച്ചായിരിക്കും നമുക്കത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം. പിന്നെ ചെയ്യാത്ത ചില ആളുകളുണ്ടാവും, അത് ചെറിയ ശതമാനമായിരിക്കും. അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സ്വഭാവം മാറ്റേണ്ട കാര്യമില്ല. അവരെ വേറെ തരത്തിൽ ഡീൽ ചെയ്യണം, അതിന് വേറെ ഡിസിപ്ലിനറി ആക്ഷനോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അതിന് ധൈര്യം ഉണ്ടാവില്ല ചിലർക്ക്. ആ പ്രത്യേക വ്യക്തികളെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ, അവർക്ക് വേണ്ട. ബാക്കി മെജോറിറ്റി നല്ല മനുഷ്യരാണ് ഈ ലോകത്ത്. അങ്ങനെയാണ്, ഒരു അത്ഭുതമുണ്ട്. മിക്ക ആളുകളും അല്ലേ, മെജോറിറ്റി നല്ല മനുഷ്യരാണ്. കുറച്ച് പേര് മാത്രമാണ് നമുക്ക് ആ എക്സ്ട്രീമെൻ്റ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നോർമൽ പോപ്പുലേഷൻ എന്ന് പറയും. അതായത് ഈ മനുഷ്യരെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ മെജോറിറ്റി ഒരു പ്രത്യേക കാറ്റഗറിയിൽ വരും. മെജോറിറ്റി എക്സ്ട്രീം എൻഡിൽ കുറച്ച് പേരുണ്ടാവും. അതുകൊണ്ടാണ് മനുഷ്യരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് സിമ്പിളായിട്ട് മാറുന്നത്. മെജോറിറ്റിക്ക് ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികളെ കറക്റ്റ് ചെയ്യാനായിട്ട് അവരെ കുറ്റപ്പെടുത്താതെ നമ്മുടെ ആ സംസാര രീതി, മെജോറിറ്റി ആളുകളും അതിനകത്ത് റെഡിയാകും. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഞാൻ മഹാരാജാസ് കോളേജിൽ ഒരു റൂള് കൊണ്ടുവന്നു. അതായത് എല്ലാവരും ഐഡൻറ്റിറ്റി ബാഡ്ജ് ഇട്ടിട്ട് വേണം കോളേജിൽ കയറാൻ. അപ്പോൾ എനിക്കറിയാം ഈ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിൽ നിന്ന് ആ സ്വാതന്ത്ര്യം എടുത്തു കളയാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള സമീപനത്തിൽ നിന്ന് നമുക്ക് ലീനിയൻ്റ് ആകാം, പക്ഷെ ലീനിയൻ്റ് ആയ സമീപനത്തിൽ നിന്ന് സ്ട്രിക്റ്റ് ആകാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോളേജിൽ ചെന്ന് അവിടെയാണെങ്കിൽ പരമസ്വാതന്ത്ര്യമുള്ള ക്യാമ്പസ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. അങ്ങനെയാണ് താനും, കുറേ ഫ്രീഡം ഒക്കെ ഉള്ളൊരു ക്യാമ്പസാണ്. അപ്പോൾ അവിടെ ചെന്ന് നിയമം കൊണ്ടുവന്നപ്പോൾ എനിക്കറിയാം കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പം നമ്മൾ ഈ കുട്ടികളെ മുൻകൂട്ടി കാണണമല്ലോ. എപ്പോഴും അങ്ങനെയാണ്, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു അപ്പുറത്ത് നിന്ന് എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെയല്ലേ, ഞാൻ ശ്രീജിതയോട് സംസാരിക്കുമ്പോൾ ശ്രീജിത എങ്ങനെ അതിനെ എടുക്കും, റിയാക്ട് ചെയ്യും, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടാകണം. അപ്പം ഞാൻ വിചാരിച്ചു, ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെല്ലാം കൂടി കൊണ്ടുവന്ന് ആ സെൻട്രൽ സർക്കിളിലിട്ട് തീയിടുമായിരിക്കും. ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തെല്ലാവർക്കും. അപ്പോൾ ഞാൻ അധ്യാപകരോട് പറഞ്ഞു, നമ്മൾ സംയമനം പാലിക്കണം. കുട്ടികൾ പ്രൊട്ടസ്റ്റ് ചെയ്യും, അവർക്ക് എന്തായാലും അവരുടെ ഒരു ഫ്രീഡത്തിലൊരു കൈകടത്തലാണ്. മറ്റേത് ഏതോ കാലത്ത് പഠിച്ച കുട്ടികളൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുവേ. അപ്പം നമുക്ക് ചോദിക്കാലൊക്കെ, ഇത് കാണാതെ വരുമ്പോൾ താൻ ഏത് ഇയറിൽ പഠിച്ചതാണ്, ഇതില്ലേ. അപ്പോൾ കുട്ടികൾക്കത് ഇഷ്ടപ്പെടില്ല പൊതുവെ, ആ ഒരു സ്വാതന്ത്ര്യക്കുറവ്. അപ്പോൾ ഞാൻ അധ്യാപകരെ കൂട്ടിക്കൊണ്ട് 2 ഗേറ്റിലൊക്കെ നിന്ന് ആളുകൾ വരുമ്പോൾ ബാഡ്ജ് ഇട്ടോന്നൊക്കെ നോക്കി ഇടാനൊക്കെ പ്രേരിപ്പിച്ചു. കുറേ ആളുകളൊക്കെ ഇട്ടുണ്ടോ. ബാഡ്ജ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ആദ്യം ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ പറഞ്ഞ് ആദ്യമൊന്നും ഇടൂല. അപ്പം നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്നു എന്നുള്ള പ്രചോദനമാണല്ലോ, എടോ നമ്മൾ മഹാരാജാസിൽ പഠിക്കുന്നു എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇട്ട് കുറേ പേരൊക്കെ ഇട്ടു. അപ്പോൾ ഒരു പയ്യൻ ബുധനാഴ്ചയായിട്ടോ, തിങ്കളാഴ്ച തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എടോ താൻ ഇതുവരെ ഇതിട്ടില്ലേ? എന്നിട്ട് അയാൾ ഒരു കൂസലില്ലാണ്ട് നടന്നു പോകും. വെള്ളിയാഴ്ചയോ ഒരാഴ്ച നിരന്തരം ശ്രമിച്ചിട്ട് ഇയാൾ ഇടുന്നില്ല. വെള്ളിയാഴ്ച ആയപ്പോൾ അയാൾ എന്നോട് പറയാൻ കേട്ടോ, മിസ്സിന് വരെ പണിയൊന്നുമില്ലേ? അപ്പം നമ്മൾ ഏറ്റവും പ്രൊവോക്ഡ് ആകുന്ന ഒരു കാര്യമാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് അറിയാവുന്നത് കൊണ്ട്, നമ്മളിതിനെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ പ്രൊവോക്ഡ് ആയില്ല. ഈ നമ്മൾ പറയൂലേ, ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ് അങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ, മറ്റേയാളല്ല. ഞാൻ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടും ഞാൻ മുൻകൂട്ടി എന്നെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കുട്ടികൾ പ്രതികരിക്കും. അപ്പോൾ അത് വലിയൊരു പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അയാൾ പോയി, ഞാനൊന്നും മിണ്ടിയില്ല. ആ സമയത്ത് മിണ്ടിയാൽ എനിക്കറിയാം, ആ സമയത്ത് അയാളും ഞാനും കൂടി ഒരു വാഗ്വാദം ഉണ്ടായാൽ അയാൾ ജീവിതകാലത്തെ ഇടാൻ പോണില്ല. പിന്നെ അയാളുടെ കൂടെ കുറേ പേര് കൂടും, അങ്ങനെ എന്തെല്ലാം സംഭവിക്കാം. അപ്പോൾ ഇയാൾ തിങ്കളാഴ്ച വരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് ഹോംവർക്കൊക്കെ ചെയ്ത് ഇയാളെ കൊണ്ട് ഇത് ഇടിക്കണം, ആ ഒരു വാശി എനിക്കുണ്ട് കേട്ടോ, വേണ്ട കാര്യങ്ങൾ നടത്തണം എന്നുള്ള. അപ്പോൾ തിങ്കളാഴ്ച ഇയാൾ വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടോ ഇങ്ങോട്ട് വന്നേ. ഇയാൾ ഓടി വന്ന്, എന്താണ് മാഡം, ഞാൻ സ്നേഹത്തോടു കൂടിയാണ് വിളിച്ചത്. അപ്പോൾ അയാൾ വിചാരിക്കണത് അയാളോട് ദേഷ്യമായിരിക്കും. അപ്പോൾ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടല്ലേ നമ്മുടെ സമീപനം.
അപ്പോൾ അയാൾ വന്നു, എടോ ബാഡ്ജ് കൊണ്ടുവന്നില്ലേ, പിന്നെ എന്നൊക്കെ പറഞ്ഞ് അയാൾ എടുത്തു. ഇത് ബസ്സിൽ കാണിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും കൊണ്ടുവരും. അപ്പം ഞാൻ പറഞ്ഞു, എടോ അതിങ്ങ് താ. ഇതെടുത്തിട്ട് ഞാൻ അയാളുടെ കഴുത്തിലിട്ട് കൊടുത്തിട്ടാ. എൻ്റെ പറഞ്ഞു, എടോ പ്രിൻസിപ്പലാണ് തൻ്റെ കഴുത്തിലിട്ട് തന്നിരിക്കണത്, വേറെ ഒരാൾക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അയാൾ അതിൽ വീണു. പിറ്റേ ദിവസം അയാൾ എന്ത് സന്തോഷത്തോടുകൂടി, ടീച്ചറെ ഞാനിന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും കൂടി ആ കുട്ടി ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജൊക്കെ വിടാറുണ്ട്. ആ ഒരു നമ്മൾ കാര്യം നടത്തുക എന്നുള്ളതാണ്, അല്ലാതെ വിട്ടുകളയാനും പാടില്ല. എന്നോടാണോ? അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള വളരെ യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ കുട്ടികളെക്കുറിച്ച് നമ്മൾ പലതും പറയുമല്ലോ, പുതിയ തലമുറയായാലും കുറേ കുറ്റങ്ങളൊക്കെ നമ്മൾ പറയും, അവരൊന്നും അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിൽ നമ്മുടെ സമീപനം വളരെ പ്രാധാന്യമുള്ളതാണ്, നമ്മൾ വിട്ടുകളയരുത്. ഞാൻ പല കോളേജിൽ ഇപ്പോൾ ചെല്ലുമ്പോൾ അധ്യാപകരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ കുട്ടികളെ വിട്ടുകളഞ്ഞേക്കാണ്. അപ്പോൾ എന്തെങ്കിലും കാണിക്കട്ടെ, അതിന് കുറെ എക്സ്ക്യൂസും പറയും. ഇപ്പോഴേ പണ്ടത്തെ പോലെയല്ല, നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. പക്ഷേ നമ്മുടെ ജോലി പിന്നെ എന്താ, നമ്മൾ എന്തിനാണ് അവിടെ ഇരിക്കണത്? അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ എഫേർട്ട് ഇടണം ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചിന്ത, ആദ്യത്തെ ചിന്ത കോളേജാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അപ്പം ഞാൻ നേരത്തെ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ കോളേജാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അവിടെ കയറിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കയറിയിരിക്കേണ്ട, അവിടെ നമുക്ക് ഡിക്ലൈൻ ചെയ്യാമല്ലോ, ആ സ്ഥാനം വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. അവിടെ കയറിയിരുന്ന് കഴിഞ്ഞാൽ ഉത്തരവാദിത്വമുണ്ട്, അത് നടത്താനുള്ള ഒരുപാട് വഴികളുമുണ്ട്. പക്ഷെ ആ വഴി കണ്ടെത്തി അത് നടത്തണമെങ്കിൽ എഫേർട്ട് ഇടണം. മറ്റേത് ഈസിയാണ്, ഏതെങ്കിലും വഴിക്ക് പോയിക്കോട്ടെ, ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴത്തെ പിള്ളേർ ഏതോ ഒരു കോളേജിൽ ചെന്നപ്പോൾ, കുട്ടികളുടെ എന്തോ ഒരു ക്ലാസ് വെച്ചപ്പോൾ ചെന്നപ്പോൾ ടീച്ചേഴ്സ് എന്നോട് പറയാം, അവരിന്ന് വരുമോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ ചോദിച്ചാൽ എന്താ? അല്ല, അവരെ ടൂറൊക്കെ പോയിട്ടേ ഇതുവരെ ക്ലാസ്സിൽ വന്നിട്ടില്ല എന്ന്, ഒരാഴ്ചയായിരുന്നു. എനിക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരാഴ്ച ഒരു ക്ലാസ്സുകാർ ക്ലാസ് ബങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇവർക്കതിൽ ഇടപെടാൻ പറ്റാതിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അവർ വരണമല്ലോ, അവർ വന്നിരിക്കണം. നമ്മളങ്ങനെയാണ് ചിന്തിക്കുന്നത്. വേറൊരു അത് പറയുന്നില്ല. അല്ല, ഇത് ഒരു കോളേജിലെ പ്രതിഭാസമല്ല, പലയിടത്ത് ചെല്ലുമ്പോഴും അവർക്ക് അത് അറിഞ്ഞൂടാ, പിള്ളേർ വരുവോ ഇല്ലേ. നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. നമ്മൾ തലേ ദിവസം കുട്ടികളെ വിളിക്കും, നാളെ നമ്മൾ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യും. പിന്നെ ഇവർ വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വരുത്തുക? അവരെ പേഴ്സണലായിട്ട് അവരോട് സംസാരിച്ച് അവർ വന്നിരിക്കണം, അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ വിട്ടുകളയുക എന്നുള്ളത് നമ്മുടെ ഓപ്ഷനിൽ പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സമീപനം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും എക്സ്ക്യൂസ് പറയാം, അന്നൊക്കെ ടീച്ചറെ അതില്ല ഇതില്ല, സോഷ്യൽ മീഡിയ ഇല്ല. ഞാൻ പറഞ്ഞ എന്തുണ്ടായാലും അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മുടെ എഫേർട്ട് കൂടും. സോഷ്യൽ മീഡിയക്ക് അപ്പുറം കുട്ടികളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് നിർത്താൻ എന്തുണ്ടെന്ന് നമ്മൾ നോക്കേണ്ടി വരും. അത് നോക്കണ്ടേ, എന്ത് വേണം. അത് എനിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ കുട്ടികൾ നമ്മുടെ അടുത്ത് വരും, നമ്മുടെ അടുത്തേക്ക് വരും, അവർ സംസാരിക്കും. അപ്പം നമുക്ക് അവരുമായിട്ടുള്ള ഇൻറ്റിമസി ഉണ്ടാക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ കുട്ടികൾ ഈ മൊബൈലും ഇതൊക്കെ വന്നപ്പോൾ ഞങ്ങളൊരു അവസാനത്തെ വർഷങ്ങളായപ്പോഴേക്കും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ നേരത്തെ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ വിചാരിച്ചത് കുട്ടികളെ അടുത്ത് വരുന്നത് നമ്മൾ ചെറുപ്പമായതുകൊണ്ടാണ്. അപ്പോൾ പ്രായമാകുമ്പോൾ ഇവർ വരുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പ്രായമായി വന്നപ്പോഴേക്കും മൊബൈലായി, അതായി ഇതായി. അപ്പം നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്ന ഒരു രീതിയിലേക്ക് വരികയാണല്ലോ. പക്ഷേ അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആദ്യം അവർ നമ്മുടെ അടുത്ത് വരുമായിരുന്നു, ഇപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുക. അങ്ങനെ ആയിക്കഴിയുമ്പോൾ പണ്ടുള്ള കുട്ടികൾ കാണിച്ചതിനേക്കാളും ഇൻറ്റിമസിയാണ് ന്യൂ ജനറേഷൻ കാണിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവരിതിനൊക്കെ വേണ്ടി ദാഹിക്കുന്നവരാണ് ശരിക്കും. അവർക്കിതൊന്നും കിട്ടുന്നില്ല എവിടെ നിന്നും. പക്ഷെ നമ്മളെന്താ, അവർ ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അകന്നു പോകും. ആക്ച്വലി അവരുടെ ഉള്ളിൽ മനുഷ്യരല്ലേ, എന്തായാലും എത്ര ടെക്നോളജി വന്നാലും ബേസിക്കലി വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്. ഇപ്പൊ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ മോള് പറഞ്ഞൊരു വാക്കാണ്. അവൾ ഇതുപോലെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് നമ്മുടെ പഴയ കാലങ്ങൾ കാണിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് അവൾ എന്നോട് പറയും ഇടയ്ക്ക്, അമ്മ എനിക്ക് അമ്മയുടെ പണ്ടത്തെ കാലമാണ് എനിക്കിഷ്ടം എന്ന്, ഞാൻ അന്ന് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് അവൾ പറയുമായിരുന്നു എന്നോട്. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് അതൊക്കെ
ഇഷ്ടപ്പെടുന്നെങ്കിൽ അതൊരു വലിയ അത് മിസ്സിംഗ് ആയിട്ട് തോന്നും. കാരണം ബേസിക് ഹ്യൂമൻ നേച്ചർ മാറണില്ലല്ലോ. അതെ അതെ മനുഷ്യന്റെ ബേസിക് നീഡല്ലേ മറ്റുള്ളവരുടെ കരുതല്, സ്നേഹം. അപ്പൊ ഇപ്പൊ നമ്മളെന്താ, ഇതൊന്നും അവർക്ക് ആവശ്യമില്ല, ഇവര് നമ്മള് മൈൻഡ് ചെയ്യൂല എന്നുള്ള ഒരു ധാരണയിൽ നമ്മളും അകന്നകന്ന് പോകുന്നു. പാരന്റിങ്ങിലും അങ്ങനെയല്ലേ? യെസ് പാരന്റിങ്ങിലും ആ ഇൻറ്റിമസി ഒരുപാട് കുറഞ്ഞു പോയി. കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് നമ്മുടെ സാമീപ്യം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതെ അത് ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ടെക്നോളജി അങ്ങനെ ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ചോദിക്കാനുള്ളത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള വർക്കിംഗ് വുമൺസിന് അവരുടെ വർക്കിംഗ് ലൈഫ് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ള ചെറിയൊരു ഈ ടിപ്സ്. ഞാൻ ശ്രീജിതയോട് പറയണതേ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ സ്ത്രീകളായതുകൊണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യും? ഈക്വലി രണ്ട് കൂട്ടർക്കും, മാൻ വുമൺ എല്ലാവർക്കും ഈ വർക്ക് ലൈഫ് ബാലൻസ് വേണം. നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിൽ സ്ത്രീകൾക്ക് വേണ്ട എന്തോ ഒന്നാണ് വർക്ക്. അങ്ങനെയല്ല. കാരണം അതിന് നമ്മൾ വാശിയോടുകൂടി തന്നെ പ്രവർത്തിക്കണം. ആ ചിന്ത മാറ്റണം. ഇത് നമ്മുടെ മാത്രം ജോലിയല്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം തന്നെ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളാണ്. ഐ ഹാവ് എക്കണോമിക് ഇൻകം. പണ്ടത്തെ കാലത്ത് അതല്ലായിരുന്നല്ലോ. ഒരാൾ വീട്ടിലിരിക്കുന്നു, എക്കണോമിക് ഷെയറിംഗ് ഒന്നുമില്ല. ഇപ്പോൾ ഷെയറിംഗ് ഉള്ള സ്ഥിതിക്ക് ആദ്യം തന്നെ നമ്മൾ മനസ്സിലുണ്ടാക്കേണ്ടത് അതാണ്. ഒരു സൂപ്പർ ഭാര്യ, സൂപ്പർ അമ്മയൊന്നും ആകാൻ ശ്രമിക്കരുത്. നമ്മുടെ മനസ്സിലുള്ള ചില കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ചക്രശ്വാസം വലിച്ച് അവിടുത്തെ ജോലി ഇവിടുത്തെ ജോലി അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരറിയണം. നമുക്ക് വിഷമം തോന്നും. നമുക്ക് തന്നെ ഒരു എന്താ പറയാ, നമ്മളൊരു നല്ല അമ്മയാണോ എന്നുള്ളൊരു ചില ടൈം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഓർക്കണം നമ്മൾ വർക്കിംഗ് വുമൺ ആണ്. ഈ നല്ല അമ്മയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മക്കളെ കെയർ ചെയ്യണം. അത് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താ? ഞാനൊരു വർക്കിംഗ് വുമൺ ആയതുകൊണ്ട്. അപ്പോൾ അവർക്ക് വേറെ തരത്തിൽ ഞാൻ ആ വീട്ടിൽ കോമ്പൻസേഷൻ നടത്തുന്നുണ്ട്. അത് ഒരു മറ്റുള്ള പലർക്കും ഇല്ലാത്തത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നടക്കില്ലല്ലോ. ഞാൻ പറയണത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവൈൽ ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് ഉണ്ടാവും. പിന്നെ എത്ര സമയം ചെലവഴിച്ചു എന്നതിനേക്കാളും എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൽ എനിക്ക് വർക്കിംഗ് വിമൻ്റെ കേസിൽ നമ്മൾ ഓഫ്കോഴ്സ് ഫാമിലി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പ്രയോറിറ്റി കൊടുക്കാതിരുന്ന കുറേ കാലം കഴിയുമ്പോഴേക്കും എനിക്കൊക്കെ ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായത് അതാണ്. ഇപ്പം എന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ഫാമിലിയാണ്. പക്ഷെ ഞാൻ എൻ്റെ കരിയർ കാലത്തൊക്കെ ഫാമിലിക്ക് അത്ര പ്രയോറിറ്റി ഒന്നും കൊടുക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. മക്കളൊക്കെ നമ്മൾ നോക്കും എന്നല്ലാതെ അതിന് വലിയ പ്രയോറിറ്റി ഒന്നും കൊടുത്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല കാര്യമായിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് ഒന്നും നന്നായാൽ മതി. എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ ഫ്രണ്ട്സ്. പക്ഷേ അവസാനം വരുമ്പോൾ എനിക്കതുകൊണ്ടാണ് ഈ വിവാഹം വേണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് തന്നെയാണ് മാരേജ്. കാരണം എനിക്കിപ്പോൾ ചിലർ എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇപ്പോൾ വിളിച്ചാൽ വരാവുന്ന ആരെങ്കിലും തൻ്റെ സുഹൃത്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ആരും ഇല്ല സത്യത്തിൽ ഇങ്ങനെ നോക്കുമ്പോഴേ. പക്ഷേ ഇപ്പോൾ വിളിച്ചാൽ വരണ ഒരാൾ എനിക്കുണ്ടെങ്കിൽ അതിൻ്റെ ഹസ്ബൻഡാണ്. 100% ഗ്യാരണ്ടി ആയിട്ട് പറയാവുന്നത്. ഇപ്പോൾ വിളിച്ചാൽ ഇവിടെ വരും, അല്ലെങ്കിൽ എൻ്റെ മകനാവാം. അതിനേക്കാളൊക്കെ ഉറപ്പുള്ളത് എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ആ റിലേഷൻഷിപ്പിലുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ അന്ന് പ്രയോറിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എന്ന് വെച്ച് നമ്മൾ അന്ന് ആ ഒരു മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഒരു സ്മാർട്ട് വർക്ക്. പിന്നെ വീട്ടിലെ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്തെല്ലാം ചെയ്തു, കറി വെച്ചു, കഞ്ഞി വെച്ചു, അത് ചെയ്ത് ഇത് ചെയ്ത് എല്ലാം. ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ത്രീകളൊക്കെ, ഞാൻ ഇത്തവണയിട്ട വീഡിയോ എന്തുകൊണ്ട് പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല, ഒരു വിവാഹത്തോട് ഇപ്പോൾ എല്ലാവർക്കും ഒരു വിമുഖത ഉള്ളതായിട്ട് കാണുന്നുണ്ടല്ലോ പൊതുവെ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതാണ്, ഈ എല്ലാം നമ്മുടെ തലയിൽ എല്ലാം സ്ത്രീകളുടെ ജോലിയാണെന്നുള്ളൊരു കോൺസെപ്റ്റ്. പുറത്തു പോയി ജോലി ചെയ്യുന്ന ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ ആ ജോലി ഈ ജോലിയൊക്കെ വരുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുമല്ലോ. അപ്പോൾ ഫ്രീഡം പോകും, ഇതിനകത്ത് അപ്പോൾ അവിടെ നമ്മൾ അതല്ല, നമ്മൾ ഒരു സ്മാർട്ട് വർക്ക്. അതിനാദ്യം ഉപേക്ഷിക്കേണ്ട ചിന്ത ഇതാണ്, സൂപ്പർ മദർ സൂപ്പർ വൈഫ് സിൻഡ്രോം. എൻ്റെ ആദ്യം വൈറലായ വീഡിയോ അതാണ്. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് സത്യം എനിക്ക് നല്ല ആശ്വാസമുണ്ട്, എന്തോ ഒരു കുളിർമ. ഞാൻ അതിനകത്ത് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ സൂപ്പർ മദർ സൂപ്പർ വൈഫ്, ഐ വാണ്ട് ടു ബി എ ഹാപ്പി വുമൺ. അതിൽ നമുക്ക് ആസ് എ വുമൺ
ഞാനാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. ഞാൻ ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുമോ? അതെ അതെ. അവിടെ നമ്മൾ ശരിക്കും പ്രയോറിറ്റൈസേഷൻ നടത്തണം. നമുക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് ബോധം വേണം. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവും. അവിടെ ഫാമിലിയിൽ സമയം വേണം. അപ്പോഴൊക്കെയാണ് നമ്മളൊരു ടൈം മാനേജ്മെൻറ്റ്, സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ കുട്ടികളെ കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള, അപ്പോൾ പറയുമായിരിക്കും അതൊന്നും പറഞ്ഞാൽ അവർ ചെയ്യില്ല, ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് അവരനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കണം. എൻ്റെ മോളെപ്പോഴും പറയാറുണ്ട്, അവരറിയണം അത് അവർ ചെയ്തില്ലെങ്കിൽ എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന്. അവരെ നമ്മൾ തല്ലുന്നില്ല, ഈ ഇമോഷണൽ കൺട്രോളോടുകൂടി നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവരെ തല്ലേം കൊല്ലാനൊന്നും നടക്കണ്ട. ചില കാര്യങ്ങൾ, മമ്മി എനിക്കിത് ചെയ്യാൻ വയ്യ, വേണ്ട, അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിച്ചോട്ടെ. നമ്മളവിടെ എന്ത് ചെയ്യും, അയ്യോ അവനത് ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ പിന്നെ അവന് മാർക്ക് കിട്ടൂല, മാർക്ക് കിട്ടണ്ട 1-2 തവണ, അതവന് ഫീൽ ചെയ്യട്ടെ. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും. നമ്മൾ അത് പറ്റില്ല എന്നിട്ട് നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുക. അവിടെ ബുദ്ധിമുട്ടാം, പക്ഷേ എൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പം ഞാനൊരു കരിയർ വുമണാണെങ്കിൽ കരിയർ സംബന്ധമായ എൻ്റെ കാര്യങ്ങളില്ലേ, അതെന്തായാലും നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വർക്ക് ലൈഫ് ബാലൻസിൽ ഏറ്റവും പ്രധാനമാണ് ഡെലിഗേഷൻ. കുറേ ജോലികൾ വീട്ടിലുള്ളവർ ചെയ്യാൻ തയ്യാറാകണം. അവർ തയ്യാറാവില്ല, കാരണം ചെയ്യാതിരിക്കുന്നതാണ് സുഖം. വീട്ടിലെ ജോലി അത്ര ചെയ്യാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. തുണി അലക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, നോബഡി വാണ്ട്സ് ടു ഡു ഇറ്റ്. അപ്പോൾ ഒരു ലേഡി എന്നോട് പറഞ്ഞതാണ്, അതായത് സച്ച് എ താങ്ക്ലെസ് ജോബ് എന്നാണ് ഈ കുക്കിങ്, ക്ലീനിങ്. ഇത് ആർക്കും ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പം നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് വെക്കണം കുറേ. പക്ഷേ ഇപ്പം നമ്മളെവിടെയെങ്കിലും ഒരു ട്രെയിനിങ്ങിന് പോകുന്നു, പലരും പോവില്ല, വീട്ടിലെ കാര്യം ഓർത്തിട്ട്. പോയാൽ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചൊക്കെ പോവും. ഞാൻ പറയണത് ഉണ്ടാക്കി വെക്കണ്ട, അവരുണ്ടാക്കിക്കോളും. 2 തവണ മാറി നിന്ന് കഴിഞ്ഞാൽ ഓക്കെ ആകും. പക്ഷെ ആ 2 തവണ മാറി നിൽക്കണ്ടേ? അപ്പോൾ കുറേ നമ്മുടെ ഒരു കുഴപ്പമുണ്ട് അതിനകത്ത്. ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്രശ്വാസം വലിച്ച് ബാലൻസ് ചെയ്യലല്ല, അവിടെ നമ്മൾ ബുദ്ധിപരമായിട്ട് എടുക്കേണ്ട ചില രീതികളുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിയർ കട്ടായിട്ട് നമ്മൾ പറയുകയും ചെയ്യാം. ഞാൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് വീട്ടിലെ, എനിക്ക് ഇത്രയും നന്നാകാനേ പറ്റൂ. ആളുകൾ ഭയങ്കര ഡിമാൻഡിങ് ആകുമ്പോഴേ, പക്ഷെ ഭാഗ്യവശാൽ അതുകൊണ്ട് ആരും ഡിമാൻഡിങ് അല്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ മകനായാലും മകളായാലും ചിലർക്ക് അമ്മ എന്ന് പറയുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് ഒരു വീട്ടിലെ സപ്പോർട്ടിന് ആളുണ്ടായിരുന്നു. അതും ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് സാലറി ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ സപ്പോർട്ടിന് ആളെ വെക്കാം. അപ്പോഴും ചിലർക്ക് മെൻ്റൽ ബ്ലോക്ക് ഉണ്ട്. അതെ, ഞാൻ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ. അത് സൂപ്പർ വുമൺ കോംപ്ലക്സ് ആണ്. പാചകം ഞാൻ തന്നെ ചെയ്യണം, എൻ്റെ കൈ വന്നാലേ. ഇതൊക്കെ നമ്മൾ പറിച്ചെറിഞ്ഞ് കളയണം. നമ്മുടെ കൈ വന്നാൽ മാത്രമല്ല ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ. അപ്പം എനിക്കൊരു ജോലിക്കാരി അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോനുണ്ടല്ലോ, ഈ ജോലിക്കാരി വരാത്ത ദിവസം മോനാകുലപ്പെടേണ്ട കാര്യമില്ല, അമ്മയുണ്ടല്ലോ. പക്ഷെ അവൻ എന്നോട് പറയുമായിരുന്നു, അയ്യോ ഒന്ന് ജോലിക്കാരി വന്നിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അതായത് അമ്മയെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് കണ്ടിട്ടേ ഇല്ല. അതിൻ്റെ കാരണം എന്താ, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു സൂപ്പർ മദർ. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് എന്നോട് ചിലപ്പോൾ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു അമ്മയാകാൻ, ഇങ്ങനെ ഒരു സ്ത്രീയാകാനുള്ള ഒരു പൊസിഷനിലൊക്കെ വരാനുള്ള ഒരു കാരണം അതുകൊണ്ട് കൂടിയാണ്. നമ്മൾ ആ എക്സ്ട്രാ ചെയ്യണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏത് ജോലി സ്ഥലത്തും കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആർ യു ഡൂയിങ് സംതിങ് എക്സ്ട്രാ. ഈ എക്സ്ട്രാ ചെയ്യണമെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസിൽ ബാലൻസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് എടുക്കരുത്. ദാറ്റ് ഷുഡ് ബി ഷെയർഡ്. ഇതുപോലെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഫേർട്ട് ഇടണമെന്ന് പറഞ്ഞ പോലെ ഡെലിഗേറ്റ് ചെയ്യാനൊക്കെ ആദ്യം എഫേർട്ട് ഇടേണ്ടി വരും. അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നമുക്ക് ഡിസ്പ്ലഷർ ഉണ്ടായാൽ സഹിക്കില്ല, മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അങ്ങനെ നമ്മൾ മക്കളുടെ സകല തോന്നിയവാസങ്ങൾ എന്ന് പറയുമോ അതിന്, അമ്മ തന്നെ ഇതൊക്കെ ചെയ്യണം, അത് അവരും കൂടി അവരെ കൊണ്ട് അത് ചെയ്യിക്കണം. അപ്പോൾ ആദ്യം പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ പ്ലാനിങ്, ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും, അല്ലേ? അങ്ങനെ നമ്മൾ ശരിക്കും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഉറങ്ങുന്ന സമയം, ഉണരുന്ന സമയം, ഉണർന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ നമ്മൾ നമുക്ക് വേണ്ടി ചിലവഴിക്കണം. അതിന് തക്കവണ്ണം നമ്മൾ നേരത്തെ 1 മണിക്കൂർ ഉണരാം. ഉറക്കം നമ്മുടെ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയമാണ്.
അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ഇല്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് മണിക്കൂർ എനിക്കുള്ളതാണ്. നേരെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകാതെ നമ്മൾക്ക് വേണ്ടിയാണ്. പിന്നെ പ്രൊഫഷണലി മികവുള്ളവരാകുമ്പോൾ അത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്, ജോലി സ്ഥലത്ത് അംഗീകാരം തരുന്ന ഒന്നാണ്. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ അതിന് ബാക്കിയുള്ളവരുടെ ഒരു കോപ്പറേഷൻ നമ്മൾ മേടിക്കുക, അതും നമ്മുടെ മിടുക്കാണ്. വീട്ടിലുള്ളവർ ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ എങ്ങനെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ കുട്ടികളുടെ സഹകരണം നേടാം, കൊളീഗ്സിൻ്റെ സഹകരണം നേടാം, അവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ചെയ്താലാണ് അത് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ ശരിക്കും വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ആ ചിന്ത എടുത്ത് മാറ്റണം. ഞാനൊരു സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്ക് മാത്രം, ഹസ്ബൻഡിനും എല്ലാവർക്കും വർക്ക് ലൈഫ് ബാലൻസ് വേണം. ധൈര്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്യണം ജോലികൾ. ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കണം, മക്കളെ കൊണ്ട് ചെയ്യിക്കണം, ഡെലിഗേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യണം, അതൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് കംഫർട്ട് സോൺ വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്, പക്ഷേ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വി ക്യാൻ ബാലൻസ്. വളരെ ഭംഗിയായിട്ട് അങ്ങനെ പോകുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. ഞാൻ പറയും അതിന് പെട്ടെന്ന് ആരും തയ്യാറാവില്ല, കാരണം കംഫർട്ട് സോണല്ലേ, ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പുരുഷൻ കംഫർട്ട് സോണിലാണല്ലോ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളും കംഫർട്ട് സോൺ ആവണം എന്നാണ് മാം പറയുന്നത്. രണ്ടുപേർക്കും അത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് നടക്കില്ല, ഒരാൾ സഫർ ചെയ്യണ സ്ഥിതി വരും. ധൈര്യമായിട്ട് ഞാനും വേൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വേൺ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിതൊക്കെ ഇരുത്തി സംസാരിക്കണം, വീട്ടിലെ കുട്ടികളെ സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രോബ്ലം അല്ലേ കമ്മ്യൂണിക്കേഷൻ. നല്ല അതാണ്, നല്ല ഭാര്യ, നല്ല അമ്മ. മാം, അപ്പോൾ നമുക്ക് കുറച്ച് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. മാമിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം പോണതറിയില്ല. ഞാൻ കുറേ ബാക്കിലോട്ട് പോയി. എൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനിങ്ങനെ ഒരാളുടെ മുൻപിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര കൗതുകത്തോടു കൂടി ഇരുന്നിട്ടില്ല ശരിക്കും. ഓരോ കഥകൾ കേൾക്കാനും എല്ലാം എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ ഇത്രയും കൗതുകത്തോടു കൂടി ഞാൻ കുറേ നാളുകൾക്ക് ശേഷം മാമിൻ്റെ മുമ്പിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും എൻ്റെ പണ്ടത്തെ ടീച്ചേഴ്സിനെയും എനിക്ക് കുറേ മുഖങ്ങളിങ്ങനെ മാറി 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 ഇങ്ങനെ വന്നു. അപ്പം നമ്മുടെ ഈ ഒരു ഹൗസ് ഓഫ് പാഷൻ ഈ സെഗ്മെൻറ്റിലേക്ക് അതിഥിയായിട്ട് വന്നതിൽ വളരെയേറെ നന്ദിയുണ്ട്. താങ്ക് യു മാം. താങ്ക് യു.